ഞാൻ നാൻസി. ഞാൻ നീനു. വെൽക്കം ടു നീനൂസ് ഡയറി. അപ്പം ഞാൻ അമ്മയുടെ കൂടെ വന്നേക്കാണ്, അതായത് നാട്ടിൽ വന്നേക്കാണ്. അതാണ് ഇത്രയും ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാഞ്ഞ് ക്വാറൻറ്റൈനിലിരിക്കുകയായിരുന്നു. അപ്പോൾ ക്വാറൻറ്റൈൻ എല്ലാം കഴിഞ്ഞ് ആദ്യം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പം അമ്മയാണ് പറഞ്ഞത്. എന്തായിരുന്നു അമ്മ ഐഡിയ? നമുക്ക് പാക്കിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാൽ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കൊരു ഉത്തരവാകും. എല്ലാവർക്കും ഓരോരുത്തർക്കും ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാവുമല്ലോ, ഞങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന്. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തരണം ചെയ്ത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പ്ലാൻസ് എത്തിക്കുന്നത്, ചട്ടിയോട് കൂടിയാണോ അയക്കുന്നത് എന്നൊക്കെ. അപ്പം നമ്മൾ ഓരോരുത്തർക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, നമ്മളത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ, സെൻഡ് ചെയ്യുന്ന അവിടം വരെയുള്ള ചെടികൾ എടുക്കുന്ന മുതൽ സെൻഡ് ചെയ്യുന്ന അവിടം വരെയുള്ള ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് പ്ലാന്റ് മേടിക്കുന്നവർക്ക് അതെന്താണെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു, അല്ലേ അമ്മേ? അതെ, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഈ വീഡിയോയിൽ ഞങ്ങൾ 3 തരത്തിലെ പാക്കിംഗ് ആണ് കാണിക്കുന്നത്. ഒന്ന് ചട്ടിയൊന്നും ഇല്ലാതെ തന്നെ പ്ലാന്റ് മാത്രം സെൻഡ് ചെയ്യുന്നത്, രണ്ടാമത്തത് ചെറിയ പ്ലാന്റ്സ്, ഫിറ്റോണിയ പോലത്തുള്ള ചെറിയ പ്ലാന്റ്സ് സെൻഡ് ചെയ്യുന്നതും, മൂന്നാമതായിട്ട് ചെറിയ ചട്ടിയിലുള്ള പ്ലാന്റ്സ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്ന ദിവസം രാവിലെയാണ് ഇതുപോലെ പ്ലാന്റ്സ് ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ പ്ലാന്റ്സ് വേരിന് കേടൊന്നും വരത്തില്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലത്തെ ഒരു ചെറിയൊരു പോളിത്തീൻ കവറിൽ കുറച്ച് ചകിരിച്ചോറ് ഉള്ളിൽ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ പ്ലാന്റ്സിനെ അങ്ങോട്ട് ഇറക്കി കൊടുക്കും. വേരോടുകൂടി തന്നെ ഇറക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ മുകളിലും ചകിരിച്ചോറ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വേരിനൊന്നും ഒരു കേടുമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ഇപ്പോൾ 2-3 ദിവസം ആയാലും ഒരു കുഴപ്പമില്ല. അതുമാത്രമല്ല, നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാലും ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പ്ലാന്റ്സ് സേഫ് ആയിരിക്കും, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ചകിരിച്ചോറിലായാലും ഒന്നും പേടിക്കാനില്ല. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കൂടെ നല്ല ടൈറ്റായിട്ട് തന്നെ പിടിച്ച് തണ്ടയിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് മണ്ണൊട്ടും ലീക്ക് ചെയ്ത് പോകാതിരിക്കാൻ, ചകിരിച്ചോറ് ഒട്ടും ലീക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ കേബിൾ ടൈ വെച്ചിട്ട് നമ്മളങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഒട്ടും പുറത്തോട്ട്, നമ്മുടെ പാക്കിങ്ങിൻ്റെ പുറത്തോട്ട് പോകത്തില്ല. ഇതാണ് കേബിൾ ടൈ, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല സെക്യൂറായിട്ട് ചകിരിച്ചോറിനകത്ത് സേഫായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ന്യൂസ് പേപ്പർ 2 മടക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ കുറുകനെ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിവശം നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടോ ലീവ്സും അതുപോലെ തന്നെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ലീവ്സിന് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീവ്സ് ഒന്നും കേടാവാതെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മേളിലും താഴെയായിട്ട് മേളിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മേളിൽ ഒട്ടിക്കേണ്ട കാര്യമില്ല, സ്റ്റേപ്പിൾ പിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മേളിലൊന്ന് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് ചെയ്യുന്നത്, ഇതുപോലെ കാർട്ടൺ ബോക്സുകൾ നമ്മൾ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുത്തേക്കാണ്. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഓരോ പ്ലാന്റ്സിനെയും പൊതിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പം പ്ലാന്റ്സിന് ഒരു കേടും തട്ടലോ മുട്ടലോ ഒന്നും സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പൊതിഞ്ഞ് വെച്ച പ്ലാന്റിനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ടേപ്പ് ഒട്ടിച്ച് സെക്യൂറാക്കി ഇത് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലാണ് നമ്മൾ സാധാരണഗതിയിൽ പ്ലാന്റ്സ് ചട്ടിയില്ലാതെയുള്ള പ്ലാന്റ്സുകളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി ചെറിയ പ്ലാന്റ്സ്, ഫിറ്റോണിയ പോലത്തെ ചെറിയ പ്ലാന്റ്സ് സെൻഡ് ചെയ്യുമ്പം ചകിരിച്ചോറിൽ ചെറിയ ചട്ടിയിലാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ കാർഡ്ബോർഡ് ബോക്സ് മുറിച്ചിട്ട് ഇതുപോലെ സ്പേസ് ഉണ്ടാക്കുകയാണ്. കണ്ടോ, ചെറിയതായിട്ട് മുറിച്ച് ഒരു വിടവ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം, ഈ വീഡിയോ കാണുമ്പോൾ അറിയാം, ഇലകൾക്കൊന്നും കേടില്ലാതെ നമ്മൾ ആ ചെടിയുടെ തണ്ടിനെ മാത്രം, തണ്ടും ഇലകളും പുറത്താക്കിയിട്ട് ഇതുപോലെ ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാനാണ്. ചട്ടിയുടെ മേൽവശം മണ്ണ് പുറത്തോട്ട് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി കവർ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ഇനി നമ്മൾ ബാക്കി വരുന്ന ഈ കാട്ടൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ആ ചട്ടിയുടെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചുറ്റിനും നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്, മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഒരു കാരണവശാലും അതിനകത്തുനിന്ന് മണ്ണോ ഒന്നും ലീക്ക് ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റിനും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം.
ഇപ്പോൾ ഇത് കണ്ടോ, റൂട്ട്സിനൊന്നും ഒരു അനക്കം പറ്റാതെ നല്ല സേഫായിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെറിയ കാട്ടൺ ബോക്സ് നീളത്തിൽ മുറിച്ച് വെച്ചേക്കാണ് ആ പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. എന്നിട്ട് നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ മാസ്കിംഗ് ടേപ്പ് 2 ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കും കേട്ടോ, മേളിലും താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് രീതിയിലുള്ള പാക്കിംഗ്. ഫിറ്റോണിയ പോലത്തെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ പാക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി മൂന്നാമതായിട്ടുള്ള മെത്തേഡ്, ചെറിയ പോട്ട്സിൽ നമ്മൾ ചകിരിച്ചോറ് നിറച്ച് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് സെൻഡ് ചെയ്യുമ്പം ഈ ചെറിയ ചട്ടിയോടുകൂടി തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ ഫിറ്റോണിയ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ചെറിയ ഗ്ലാസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മുമ്പേ കാണിച്ച പോലെ തന്നെ ചെറിയ കാട്ടൺ നമ്മൾ മുറിച്ചിട്ട് ആ തണ്ടിനെ മാത്രം പുറത്താക്കി ആ ചട്ടിക്ക് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് മുമ്പേ ഫിറ്റോണിയ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചുറ്റിനും നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് മണ്ണും ചകിരിച്ചോറ് ഒട്ടും പുറത്തോട്ട് പോകാത്ത രീതിയിൽ നമ്മളത് ഒട്ടിച്ചെടുക്കും കേട്ടോ. നമ്മൾ നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ചകിരിച്ചോറൊന്നും പുറത്തു പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ പേപ്പറിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ പ്ലാന്റ് കാണിച്ച പോലെ തന്നെ നമ്മൾ ഇതുപോലെ ചട്ടി അടിവശത്ത് ചട്ടി നല്ല മുറുക്ക വെച്ച് ടൈറ്റാക്കി പിടിച്ച് നമ്മളിതുപോലെ ഇലകളെല്ലാം ചേർത്ത് പിടിച്ച് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇലകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഒടിഞ്ഞോ പൊട്ടിയോ ഒന്നും പോകാതെ തന്നെ നമുക്ക് കിട്ടുമ്പം ഒരു കുഴപ്പമില്ലാതെ തന്നെ കിട്ടുവേ. ഇനി നമ്മൾ മേളിലും താഴെയായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. താഴെ ഒട്ടിച്ചിട്ടുണ്ട്. മുകളിൽ സ്റ്റേപ്പിൾ ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കയ്യിൽ സ്റ്റേപ്പിളർ പിൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇലയിൽ മുട്ടാതെ ശ്രദ്ധിക്കുക, സ്റ്റേപ്പിൾ ചെയ്യുമ്പം ഇലയിൽ ചേർത്ത് അടിക്കാതെ ശ്രദ്ധിച്ച് ആണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പാക്ക് ചെയ്തു. ഇനി നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഇനിയും കാട്ടൺ ബോക്സിൽ ഇതുപോലെ തന്നെ പാക്ക് ചെയ്യും. ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു കാട്ടൺ ബോക്സാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ടൈറ്റാക്കി മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് സെക്യൂർ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും നല്ല സേഫായിട്ട് തന്നെ എത്തിക്കോളും. ഇനി നമ്മളിപ്പോൾ 3 തരത്തിൽ നമ്മൾ പാക്ക് ചെയ്യുന്ന കാണിച്ചു. ഇനി നമ്മൾ കാട്ടൺ ബോക്സിൽ നമ്മൾ എങ്ങനെയാണ് വെച്ച് അയക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം വലിയ കാട്ടൺ ബോക്സിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ വലിയ കാട്ടൺ ബോക്സ് ആയിരിക്കും എടുക്കുക. അത് കഴിഞ്ഞ് പ്ലാന്റ്സ് ഇതുപോലെ സെപ്പറേറ്റ് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് കാട്ടൺ ബോക്സുകളിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി വരുന്ന സ്പേസ്, ഇടയ്ക്ക് സ്പേസ് വരുന്ന എല്ലായിടത്തും നമ്മൾ ന്യൂസ് പേപ്പർ ചുരുട്ടി നമ്മൾ നിറച്ച് കൊടുക്കുവാണ്. അപ്പം കാട്ടൺ ബോക്സിൽ ഒരു അനക്കവും ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തായിരിക്കും എത്തിക്കുക. നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞ കൊറിയർ സർവീസ് വഴിയാണ്. മാക്സിമം 2 ഡേയ്സിനുള്ളിൽ തന്നെ പ്ലാൻസ് എല്ലാം എത്തുന്നതാണ് കേരളത്തിനുള്ളിൽ കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ അഡ്രസ് സ്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കാണ് കുറേ. അപ്പോൾ ഇനി അതിലോട്ട് നമ്മുടെ ക്ലയൻസിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻ നമ്പറും ചേർത്ത് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബോക്സിലോട്ട് നമ്മളെല്ലാം ഇതുപോലെ കളർലെസ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് വെച്ചിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഫുൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ നനവൊന്നും വന്നു കഴിഞ്ഞാലും അഡ്രസ്സൊന്നും മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് രാവിലെയാണ് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്കിങ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പ്ലാൻസും ഓരോ ക്ലയൻസിനും ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓൺലൈനിൽ നമ്മൾ പ്ലാൻസ് സെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് പ്ലാൻസ് പാക്ക് ചെയ്യുന്നത്, സേഫായിട്ട് തന്നെ കിട്ടുമോ, പ്ലാൻസ് അഴുക്കായി പോവോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്ലാൻസും ഓരോരുത്തർക്കും അയക്കുന്നത്. അപ്പം അത്രയും കെയർ എടുത്ത് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കൊറിയർ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. പ്ലാൻസ് കിട്ടിയ ശേഷം എല്ലാവരുടെയും റെസ്പോൺസാണ് ഈ കാണുന്നത്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് ആ ചാനൽ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.